ഹലോ ഫ്രണ്ട്സ്, GR റോളറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഫ്രിക്കൻ ലവ് ബേർഡ്സുകളുടെ ബ്രീഡിംഗ് സീസണെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയായിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. സാധാരണയായി ഫെബ്രുവരി മുതൽ മെയ് വരെയും ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് ബേർഡ്സിന് ബ്രീഡിങ്ങിനിടാൻ പറ്റിയ സമയം. കാരണം ഈ മാസങ്ങളിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ വന്നിട്ട് 24 to 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ചെറിയ ഒരു മഴയും തണുപ്പും അതുപോലെ അത്യാവശ്യത്തിനുള്ള വെയിലൊക്കെ ആവുമ്പോൾ ഇത് ബേർഡ്സിൻ്റെ ഹോർമോൺ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവരെ മേറ്റിംഗ് മൂഡിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മാസങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ കാരണം. ഈ സമയത്ത് ബേർഡ്സ് നല്ല എനർജറ്റിക് ആയിരിക്കും, അതുപോലെ നല്ല ആക്റ്റീവ് ആയിരിക്കും. അവരെ നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്യാനൊക്കെ തുടങ്ങും. അതുപോലെ മെയിൽ ബേർഡ് ആണെങ്കിൽ ഫീമെയിൽ ബേർഡിനെ ആകർഷിക്കാൻ വേണ്ടി ഫെദേഴ്സൊക്കെ വിരിച്ച് ഡാൻസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ബേർഡ്സിനെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ബ്രീഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസവും ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾക്ക് വേണം വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിൽ ലവ് ബേർഡ്സും തമ്മിലുള്ള നല്ലൊരു ബോണ്ടിങ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അവർ തമ്മിൽ നല്ല ബോണ്ട് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു കേജിൽ ഇവരെ ഒരുമിച്ച് കുറച്ച് ദിവസം ഇടുക, മെയിലിനെ ഫീമെയിലിനെ. ഓക്കെ, അപ്പം നമുക്കത് കുറച്ച് ദിവസം നമുക്ക് കഴിയുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. മെയിൽ ബേർഡ് ഫീമെയിൽ ബേർഡിനെ ആകർഷിക്കാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതും, അതുപോലെ മെയിൽ ബേർഡ് ഫീമെയിൽ ബേർഡിന് ഫുഡ് കൊടുക്കുന്നതും, അവരുടെ ഫെദേഴ്സിലൊക്കെ ഫീമെയിൽ ബേർഡിൻ്റെ ഫെദേഴ്സിലൊക്കെ ഇങ്ങനെ കൊത്തിയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹത്തോടെ അടുത്തിങ്ങനെ ഉരുമി രണ്ടുപേരും ചേർന്ന് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അത് ബോണ്ടായി അവർ നല്ല ഇതിലെത്തി എന്നുള്ളൊരു കാഴ്ചയിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോട്ടൊക്കെ വെച്ച് കൊടുക്കാം, അതുപോലെ നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ബേർഡ്സിനെ ബ്രീഡിങ്ങിന് ഇടാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ 1 year ആയിട്ടുള്ള നല്ല അഡൽട്ട് ആയിട്ടുള്ള ബേർഡ് ആയിരിക്കണം. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ബേർഡ്സ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ബേർഡ്സിനെ വേണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞാനും ഇവിടെ ബേർഡ്സിനെ ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ ഇട്ട് കൊടുത്ത് 2 weeks ആയതേ ഉള്ളൂ. എല്ലാം അവർ പോട്ടൊക്കെ സെറ്റ് ചെയ്ത് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ചില ബേർഡ്സ് എഗ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ മാസങ്ങളിൽ നമുക്ക് ബ്രീഡിങ്ങിന് ഇടാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ സമയത്താണ് ഇവർ മീറ്റ് ചെയ്യുന്നത്, മോർണിംഗിലാണോ ഈവനിങ്ങിലാണോ ഏതൊക്കെ ടൈമിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, ഷെയറും കമൻറ്റൊക്കെ തന്നോളൂ. എനിക്ക് ഒന്ന് സന്തോഷമാവട്ടെ അല്ലേ. ഒരു ലൈക്കും ഒരു ഷെയറും കമൻറ്റൊക്കെ കിട്ടുമ്പോഴല്ലേ എനിക്കും ഒരു സന്തോഷം കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.